ഹലോ മൈ ഡിയർ ഗൈസ്, ഇന്ന് നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിനേഷൻസിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, വീറ്റ് സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന്, വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന്, നൾ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പിടിച്ച് ഗോതമ്പ് പാറപ്പാലം, ഗോതമ്പ് പതിരി പാലം, ഇതൊന്നും സംഭവം അങ്ങനെയൊന്നും ഇല്ല. സാൾട്ട് മാംഗോ ട്രീ ടൈപ്പ് ഇത് കുളമാക്കാതിരുന്നാൽ മതി, ഫുള്ള് മാർക്ക് സുഖമായിട്ട് കിട്ടും. ഈ കാര്യത്തിന് ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിന്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇതൊന്ന് വരച്ച് പഠിക്കാൻ നിങ്ങൾ നോക്കണം. ഒരു ബാറ്ററി വരയ്ക്കണം, സുഖമായിട്ട് അതിൽ നിന്നൊരു സർക്യൂട്ട് പോയി ഒരു സ്ക്വയർ പോലൊരു സാധനം വരയ്ക്കണം. അത് അവസാനം അതിൽ തന്നെ അവസാനിക്കണം. ഒരു കീ എന്ന് പറയുന്ന സാധനമാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരച്ചൊപ്പിച്ച് ഇതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാനുള്ള എന്തെന്നറിയാമോ, നമ്മൾ ഇതൊരു റോഡായിട്ട് കരുതാം. അപ്പോൾ ഈ റോഡ് ചെന്നിട്ട് രണ്ടായിട്ട് പിരിയുന്നു. അപ്പോൾ ആ റോഡിൻ്റെ പേര് I1 I2. അപ്പോൾ ആ റോഡിനകത്തൂടെ പോകുന്ന ഒരു വാഹനം I1 I2 ആയിട്ട്, അപ്പോൾ കറണ്ട് I1 I2 ആയിട്ട് പിരിഞ്ഞു പോകുന്നു. ഒരു തടസ്സം നേരിട്ട്, അതിന് റെസിസ്റ്റൻസ് എന്ന് പറയാം, P എന്ന് പേരിട്ട്. അത് കഴിഞ്ഞിട്ട് അത് നേരെ പോയി I1 ആണെങ്കിൽ നേരെ പോയി ബിയിലെത്തിയതിന് ശേഷം തിരിച്ചു വേറൊരു തടസ്സം തരണം ചെയ്ത് സിയിലെത്തി തിരിച്ചിവിടെ എത്തുന്നു. ഇതാണെങ്കിൽ ഇവിടെ എത്തിയിട്ട് എയിൽ നിന്ന് ഡി വരെ എത്തിയിട്ട് തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തി, അവിടെ നിന്നും കുറച്ച് തടസ്സം തരണം ചെയ്ത് ഇവിടെ എത്തി തിരിച്ച്. ഇനി പ്രശ്നം നമ്മൾ ആലോചിക്കുന്നത്, ഈ കാണുന്ന തടസ്സങ്ങളെ PQRS എന്ന് പേരിടുന്നത്, അതാണ് റെസിസ്റ്റൻസസ്. ഇനി IG എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാണുന്ന ആ രണ്ട് റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സാധനമില്ലേ, അപ്പോൾ അതായിരിക്കും ബ്രിഡ്ജ്. ഇവന്മാർ ഉദ്ദേശിച്ച അതാണ് ബ്രിഡ്ജ്. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ട്. നമുക്കിവിടെ നിന്ന് പറയുന്ന I1 I2. അപ്പോൾ I1 എന്നുള്ള ഫ്ലോ താഴോട്ടുണ്ട്. അപ്പോൾ ആ കറണ്ട് IG എന്ന് നമുക്ക് നോമൻക്ലേച്ചർ ചെയ്ത് ഗാൽവനോമീറ്ററിൻ്റെ ചിഹ്നമിട്ട് നമുക്കിവിടെ ബന്ധിപ്പിക്കാം. ഇനി നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ അതേപോലെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എന്ന് എഴുതുക, PQRS ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് ആദ്യം, ഞാൻ PCM ഗുരു ബ്രോ ചാനൽ കഴിവതും ദയവായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ ഇതിൻ്റെ ഏറ്റവും എളുപ്പം രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ കിർച്ചോഫ് സെക്കൻഡ് ലോ ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിച്ച് ഇത് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. അതായത് ഞാൻ ABDA ലൂപ്പ് എടുക്കുന്നത്, ABDA, അതായത് ലെഫ്റ്റ് സൈഡ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോകുന്ന സമയം അതിൻ്റെ നോമൻക്ലേച്ചർ നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പോൾ -I1 × P, അതേ ദിശയിൽ തന്നെയുള്ളത് -IG × G. അപ്പോൾ ഇത് രണ്ടും ഒരേ ദിശയിൽ വരുന്നത്. പക്ഷേ ഇവൻ എന്താ മുട കാണിച്ചത്, തിരിച്ച് അവർക്കെതിരെ വരുന്നത്. അപ്പോൾ +I2 R. അതിൻ്റെ കാര്യം കഴിഞ്ഞ്. അടുത്തത് രണ്ടാമത്തെ നമ്മൾ എടുക്കേണ്ട ലൂപ്പ് BCDB ലൂപ്പ്, BCDB ലൂപ്പ്. അപ്പം ഈ ലൂപ്പിനകത്ത് എന്താ പ്രശ്നം, നമുക്ക് ഇവിടെ നേരത്തെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്നതുണ്ടോ, ആ വരുന്നതിൻ്റെ അതേ ദിശയിൽ തന്നെയല്ലേ I1 - IG എടുക്കേണ്ടത്. അപ്പോൾ അവിടെ -I1 - IG -I1 - IG മൊത്തത്തോടെ മൈനസ് ഇൻറ്റു അത് നേരിടുന്ന റെസിസ്റ്റൻസ് Q എന്ന് എഴുതി. അതിങ്ങനെ വരുമ്പോൾ കണ്ട ഏതൊരു ദിശയിലെടുത്താൻ വരുന്നത് I2 + IG ആണ് വരുന്നത്. അപ്പോൾ അത് പ്ലസ് ഇട്ട് കൊടുക്കണം, I2 + IG ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് S. ഇനി ഇവൻ്റെ കൂടെ ചേർന്ന് തന്നെയല്ലേ ഇതും വരുന്നത്, IG അതേ ദിശയിലോട്ടാണ് വരുന്നത്. ഈ മെഷ് എടുക്കുകയാണെങ്കിൽ IG യും ഈ I2 + IG ഒരേ ദിശയിലോട്ട്. അപ്പോൾ അതിന് പ്ലസിന് കൊടുക്കുക, സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് ഈ ഒന്നും അറിഞ്ഞുള്ളെങ്കിൽ വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ, നൾ മെത്തേഡ് എന്നൊക്കെ വെച്ചാൽ ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ P/Q = R/S. ആൽഫബറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ, PQRS. അപ്പോൾ P/Q = R/S എന്നുള്ള ഇങ്ങനെ ഒരു ഫോം എഴുതി കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും വീറ്റ് സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. എന്താണ് P-യും Q-യും R-ഉം റെസിസ്റ്റൻസസ് ആണ്. അവർ ഫസ്റ്റ് പോയിന്റ് എന്താ, ഒരു PQ സീരീസിൽ ഉള്ള റെസിസ്റ്റൻസ് ആണ്. ഇവർ രണ്ടുപേർ RS സീരീസിലുള്ള ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഇതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതിനെ ഈ ഫോമിലാക്കാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മൾ മെത്തേഡ് വെച്ച് കിട്ടിയ ഈ സാധനത്തിന് ഹോൾ മൾട്ടിപ്ലിക്കേഷൻ, ഇതിനെ മൊത്തത്തോട് -1 കൊണ്ട് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ×-1 ഇവിടെ പ്ലസ് ആവും, ×-1 ഇത് പ്ലസ് ആവും, ഇത് ×-1 ഇത് മൈനസ് ആവും. അപ്പോൾ ഈ മൈനസുള്ള സാധനങ്ങളെല്ലാം പ്ലസ് ആക്കി എഴുതുക, പ്ലസ് മൈനസ് ആക്കുക. ഇതേപോലെ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആകുന്നു, പ്ലസ് ഇവിടെ മൈനസ് ആകുന്നു, പ്ലസ് ഇവിടെ മൈനസ് ആകുന്നു. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്ന കാര്യം പഠിക്കാം. ബാലൻസിങ് കണ്ടീഷനകത്ത് ഏതോ ഒരു പ്രത്യേക പോയിന്റിൽ നമുക്ക് ഇവിടുത്തെ കറണ്ട് 0 ആവുന്നു. കറണ്ട് 0 ആവണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അവിടെ വോൾട്ടേജും 0 ആവണ്ടേ. എങ്ങനെ വോൾട്ടേജ് 0 ആവുന്നു, അത് നമുക്കിവിടെ P-യും Q-യും R-ഉം S-ഉം ഒക്കെ കിടന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ റെസിസ്റ്റൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ വോൾട്ടേജ് 0 ആവുന്നു. വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ട് 0 ആവുന്നു. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൽ എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി is said to be balanced when the galvanometer current is 0, which is further attained by adjusting the values of resistances PQRS. When the potential difference is 0, the current is 0, then this bridge is balanced. PQR in series, RS in series. പോയിന്റ് എഴുതി കഴിഞ്ഞ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ പറഞ്ഞ IG, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0,
കറണ്ട് സീറോ. അപ്പോൾ ഐ ജി സീറോ ആവുമെന്നാണ് ഇവിടെ പറയുന്നത് ബാലൻസിങ് കണ്ടീഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ജി സീറോ അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് പോയി കിട്ടും. I1 P ഉണ്ട്, -I2 R ഉണ്ട്, അതവിടെ ഭദ്രമായി എഴുതി വെച്ച്. രണ്ടാമത്തെ ഇക്വേഷനകത്താണെങ്കിൽ ഈ കാണുന്ന ഐ ജി അതില്ല, അപ്പോൾ I1 Q അതോടെ കിടക്കട്ടെ. -I2 S ഇതില്ല, ഐ ജി സീറോ അടിച്ചുകൊണ്ട് -IGG അത് മൊത്തത്തോടെ ഇല്ല. അപ്പോൾ I1 Q -I2 S = 0. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 1, 2 ആണിത്. അങ്ങനെയാണെങ്കിൽ പുതിയ പേര് കൊടുക്കുക 3, 4. അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് നിങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് നോക്കാൻ പറയണേ. ഇതിന് മൈനസിന് ഞാൻ അപ്പുറത്തോട്ടിടാം, അപ്പുറത്തോട്ടിട്ടല്ല. അപ്പോൾ എന്താ പറയുക, ഈ മൈനസ് പ്ലസ് ആവും, അത് എഴുതി വെച്ച്. ഇത് തന്നെ ഇത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 3/4 ഇവിടെ ഈ 3/4 ഡിവൈഡ് ചെയ്യുന്ന സമയം I1 വെട്ടിപ്പോവും, I2 വെട്ടിപ്പോവും. പിന്നെ എന്താ ഉള്ള Pയും Qയും ROSും ബാലൻസ്. അപ്പോൾ എന്താ ഇത് P/Q തമ്മിൽ ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടേ, ഇതുപോലെ. അപ്പോൾ P/Q = R/S. അപ്പോൾ ഇതാണ് എത്ര പാടായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നൾ മെത്തേഡ് എൻ്റെ ഒരു പോയിന്റും കൂടെ എഴുതണം, പരീക്ഷയ്ക്ക് മാർക്ക് സ്കോറിംഗ് പോയിന്റ്സ് ആയിട്ട്. നൾ മെത്തേഡ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്. ഇവിടെ എന്തിനാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? നമ്മുടെ ബാറ്ററി ഇല്ലേ, നമ്മളിവിടെ കൊടുത്ത സോഴ്സ്, നമ്മുടെ കറണ്ട് പോണ ബാറ്ററി, ആ ബാറ്ററിക്കകത്ത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ ചെറിയ ചിഹ്നം വെച്ചാൽ R നമ്മളെ അടയാളപ്പെടുത്തും. അപ്പം അത് കാരണവും ആ റെസിസ്റ്റൻസോ, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതൊരു ഉപകരണമല്ലേ, അതും കറണ്ടിനകത്തൊരു തടസ്സം സൃഷ്ടിക്കും. ബാറ്ററിക്കകത്ത് ഒരു ചെറിയ തടസ്സമുണ്ട്, ഗാൽവനോമീറ്ററിനകത്ത് ഒരു തടസ്സമുണ്ട് കറണ്ടിനുമായിട്ട്. അപ്പോൾ ഇവിടെ ബാറ്ററിക്കകത്ത് എങ്ങനെ തടസ്സം വരുമെന്ന് വെച്ചാൽ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് അമോണിയ ജെല്ല് ഒക്കെ ഉണ്ട്. അത് കാരണം അത് ചെറുതായിട്ട് തടുക്കുന്നുണ്ട് കറണ്ട് ഫ്ലോയിന്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസും കാരണവും നൾ മെത്തേഡ് അൺഎഫക്റ്റഡ് ആണ്. ഒരു കുഴപ്പവും അതിനെ സ്പർശിക്കത്തെ, അതിനെ ബാധിക്കുകയേ ഇല്ല. Null method is unaffected by the internal resistance of the source and the resistance of the galvanometer. ഇനി നമുക്ക് ഒരു പോയിന്റും കൂടെ പഠിക്കണം. ഇന്റർചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് ദ ബാറ്ററി. നമുക്ക് ഗാൽവനോമീറ്ററിൻ്റെയും ബാറ്ററിയുടെയും പൊസിഷൻസ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് കണ്ടീഷനെ ബാധിക്കുകയില്ലെന്ന്. Balancing condition is unaffected by when this galvanometer and battery is interchanged. അപ്പോൾ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് കാണിച്ചല്ലേ പറ്റത്തില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ പടം പറഞ്ഞുതരാം. അതെങ്ങനെയാണ് ഈ പടം നിങ്ങൾ ഭദ്രമായിട്ട് വരച്ച് മാർക്ക് മേടിക്കണം. ഇനി ഇതിനെ ഒന്ന് ഇന്റർചേഞ്ചിങ് പടം നോക്കാം. നേരത്തെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത സാധനം കണ്ട ബിയും ഡിയും സെക്ഷൻ, അതിന് ഞാൻ വലിച്ചങ്ങ് പുറത്തെടുത്ത് ആ ബിയും ഡിയും ഉണ്ട് അവിടെ നിന്ന് വലിച്ചിട്ട് ആ ഗാൽവനോമീറ്റർ എടുത്ത് കളഞ്ഞിട്ട് ഞാനവിടെ സെല്ല് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് ആയല്ലോ, ഗാൽവനോമീറ്റർ വേണം സെല്ലായിപ്പോൾ. ഇനിയുള്ള ആറിൻ്റെ എസിൻ്റെയും ഞാൻ എന്താ ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ബാറ്ററി എടുത്ത് മാറ്റിയല്ലേ ഇതിപ്പോൾ വലിച്ചിവിടെ വെച്ചത്. അപ്പോൾ ആ ഭാഗത്ത് ബാറ്ററിയുടെ സ്ഥാനത്ത് ഗാൽവനോമീറ്റർ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഈ പടം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടിയിട്ടും ഞാൻ ഗാൽവനോമീറ്ററിൻ്റെ ഈ BD എന്നുള്ള ആ സാധനം എടുത്തിട്ട് ബാറ്ററി ഫിറ്റ് ചെയ്ത്, അതേസമയം AC സെക്ഷനിൽ കൊടുത്ത ബാറ്ററിക്ക് പകരം AC സെക്ഷനിൽ ഞാൻ ഗാൽവനോമീറ്റർ കൊടുത്തു. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഭാവന കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചെന്നാണല്ലോ. അപ്പോൾ ദ balancing condition becomes unaffected even if we change the positions of galvanometer and battery. അതൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഇനി ബാലൻസിങ് പോയിന്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പം നമുക്ക് ഈ ബാലൻസിങ് പോയിന്റിന്റെ സമയത്ത് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ റെസിസ്റ്റൻസ് സീരീസിലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, Pയും Qയും സീരീസിലാണെങ്കിൽ P+Q എന്ന് ഞാൻ ഇടപെടും. ഓക്കെ, അപ്പോൾ ഈ ABC എന്നിടവിടെ വരുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് P+Q, ADC വരുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R+S. അത് പക്ഷേ ഇനി ഒരു കാര്യം, P+Sഉം P+Qയും R+Sഉം എന്താ പാരലല്ലേ. അപ്പോൾ എന്താ പാരലൽ റെസിസ്റ്റൻസുകൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ റെസിപ്രോക്കലുകളുടെ സം എടുക്കണം. അതെന്ന് വെച്ചാൽ തിരിച്ചിടണം 1/, എന്താണോ പാരലൽ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ മൊത്തത്തോടെ P+Q R+S. അപ്പോൾ 1/P+Q + 1/R+S എഴുതിയിട്ട് അതാണ് 1/R എഫക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യും, അതായത് ഡിനോമിനേറ്റർ ഒന്ന് ഒത്ത് എഴുതും. അതിനുശേഷം R+S ഇവിടെ വരും, മൾട്ടിപ്ലൈങ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബൈ R+S ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇതുപോലെ മൾട്ടിപ്ലൈങ് ദ റൈറ്റ് ഹാൻഡ് ദിസ് തിങ് ഇൻടു P+Q ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും, R+S ഇവിടെ വരും, P+Q ഇവിടെ വരും. ഇനി നമുക്കൊന്ന് തിരിച്ച് നല്ലോണം ഒരു ഭംഗിക്ക് അതൊരു കാണാനുള്ള 1/R എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, P+Q ഇടതുവശത്തിടും, P+Q + R+S ബൈ P+Q × R+S. അപ്പോൾ എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് റിവൈസ് ചെയ്യണേ. ശരിക്കും ഭദ്രമായിട്ട് നിങ്ങൾ മാർക്ക് ഫുള്ള് മേടിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കരുത്. ലവ് യു ഗൈസ്. ഇനി